വെൽക്കം ഓൾ ഓഫ് യു. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അടുത്ത ടേം ആയിട്ടുള്ള ഇൻസാനിയ ഓർ ഹ്യൂമാനിറ്റി. വാട്ട് ഈസ് മീൻ ബൈ ഇൻസാനിയ ഓർ ഹ്യൂമാനിറ്റി എന്താന്നുള്ളത് ഹ്യൂമനിസം ആൻഡ് ലോജിക് എന്നുള്ള പേപ്പറിലെ നെക്സ്റ്റ് ടേം ആണ് ഇൻസാനിയ. അപ്പം നമുക്ക് എന്താണ് അതിൻ്റെ മീനിങ് എന്ന് നോക്കാം. ഇൻസാനിയ നമുക്കെല്ലാം അറിയാം, ഇതൊരു അറബിക് വേർഡാണ്. ഇൻസാനിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഹ്യൂമാനിറ്റി. ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞാൽ മനുഷ്യത്വം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് നോക്കാം. ഇൻസാനിയ മീനിങ്. ഇൻസാനിയ എന്ന് പറഞ്ഞാല് ഇൻസാനിയ കംസ് ഫ്രം ദ വേർഡ് ഇൻസാൻ മീനിങ് ഹ്യൂമൻ ബീയിങ്. അപ്പൊ എന്താണ്, ഒരു അറബിക് വേർഡ് ആയിട്ടുള്ള ഇൻസാൻ മനുഷ്യൻ എന്നുള്ള അർത്ഥം വരുന്ന വേർഡിൽ നിന്നാണ് ഏത് ടേം ഉണ്ടായത്? ഇൻസാനിയ എന്നുള്ള ടേം ഉണ്ടായത്. അതിന്റെ അർത്ഥം എന്താണ്? ഇൻസാൻ എന്നുള്ള വേർഡിന്റെ അർത്ഥം ഹ്യൂമൻ ബീയിങ്. ഇറ്റ് റെഫേഴ്സ് ടു ഹ്യൂമൻ വാല്യൂസ്, മ്യൂച്വൽ റെസ്പെക്ട് ആൻഡ് കമ്പാഷൻ. അപ്പം ഇൻസാനിയ എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത് മനുഷ്യ മൂല്യങ്ങൾ, അതുപോലെ തന്നെ മ്യൂച്വൽ റെസ്പെക്ട് പരസ്പര ബഹുമാനം, കമ്പാഷൻ കരുണ. അപ്പൊ മനുഷ്യ മൂല്യങ്ങളെയും പരസ്പര ബഹുമാനത്തെയും കരുണയെയുമാണ് ഇവിടെ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇൻസാനിയ എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഖുറാൻ സേസ്, ഖുറാൻ പറയുന്നുണ്ട് ഹ്യൂമൻസ് ആർ എ സൊസൈറ്റി, എ യുണൈറ്റഡ് ഫാമിലി. ഖുറാൻ പറയുന്നുണ്ട് മനുഷ്യർ എന്താണ്? ഒരു സമൂഹമാണ്, എ യുണൈറ്റഡ് ഫാമിലി, ഒരു ഏക കുടുംബമാണ് മനുഷ്യർ എന്നുള്ളത്. മനുഷ്യരെല്ലാവരും സമന്മാരാണ്, അവരെല്ലാവരും ഒന്നാണെന്ന് ഏതിൽ പറയുന്നുണ്ട്? ഖുർആനിൽ പറയുന്നുണ്ട്. ഇൻസാനിയ അപ്പം എന്താണ്? ഇൻ ഷോർട്ട് ഇൻസാനിയ ഈക്വൽ ടു അക്സെപ്റ്റിംഗ് വൺ അനദർ വിത്ത് കൈൻഡ്നെസ്. അപ്പൊ ഇൻസാനിയ എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റുള്ളവരെ കരുണയോടെ സ്വീകരിക്കുക, അത് അല്ലെങ്കിൽ മറ്റുള്ളവരോട് കരുണയോടെ പെരുമാറുക. അതിനെയാണ് നമ്മൾ മനുഷ്യത്വം എന്നുള്ളതുകൊണ്ട്, ഹ്യൂമാനിറ്റി എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി നമ്മള് ഇൻസാനിയ യൂണിറ്റി ഓഫ് ഹ്യൂമൻസ് അതെന്താന്നാണ് നോക്കുന്നത്. മനുഷ്യരുടെ ഐക്യം എന്താണ് എന്നുള്ളത് നമുക്കറിയാം. എന്താണ്? അക്കോർഡിംഗ് ടു ഇസ്ലാം ഓൾ ഹ്യൂമൻ ബീയിങ്സ് ആർ ചിൽഡ്രൻ ഓഫ് ആദം. എന്താണ്? മനുഷ്യരൊക്കെ ആദം സന്തതികളാണ്, ആദത്തിന്റെ മക്കളാണ് എന്നാണ് പറയുന്നത്. അപ്പം അതിനെ ബനു ആദം എന്ന് പറയും. അപ്പോ ഖുർആൻ ടീച്ചസ് ദാറ്റ് ഓൾ പീപ്പിൾ ആർ ഹോണേർഡ് ഈക്വലി. ഖുർആനിൽ പറയുന്നുണ്ട് എന്ത്? എല്ലാ മനുഷ്യർക്കും തുല്യ ബഹുമാനം കൊടുക്കണം എന്നുള്ളത്. എല്ലാ മനുഷ്യർക്കും എന്താണ്? തുല്യ ബഹുമാനം കൊടുക്കണം എന്നുള്ളത്. ഇറ്റ് ഡിഫറൻസ് ഓഫ് റിലീജിയൻ, കാസ്റ്റ് ഓർ റേസ് ഷുഡ് നോട്ട് ഡിവൈഡ് അസ്. എന്താണ്? റിലീജിയൻ എന്ന് പറഞ്ഞാൽ ജാതിയുടെ മതത്തിന്റെ പേരിലോ അല്ലെങ്കിൽ കാസ്റ്റ് ജാതിയുടെ പേരിലോ ഓർ റേസ് വർഗത്തിന്റെ പേരിലോ ഷുഡ് നോട്ട് ഡിവൈഡ് അസ്, അതിന്റെ പേരിലൊന്നും മനുഷ്യർ തമ്മിൽ എന്ത് ചെയ്യരുത്? വിവേചനം ഉണ്ടാകരുത് എന്ന് ഖുറാനിൽ പറയുന്നുണ്ട്. ഹ്യൂമൻ ഡിഗ്നിറ്റി ഈസ് ഫോർ എവ്രി വൺ എവ്രിവർ. മനുഷ്യന്റെ മാന്യത എന്ന് പറയണം. ഈ മാന്യത എന്നുള്ള സാധനം എല്ലാവർക്കും കിട്ടേണ്ട സാധനമാണ്, എല്ലാവർക്കും എല്ലായിടത്തും ലഭിക്കേണ്ട ഒന്നാണ്. എന്ത്? മാന്യത. ഒരു മനുഷ്യനാണ് എന്നുള്ള ആ ഒരു ഐഡന്റിറ്റി എല്ലാവർക്കും എല്ലായ്പ്പോഴും കിട്ടേണ്ടതാണ്. അല്ലാതെ അവന്റെ ജാതിയുടെയോ മതത്തിന്റെയോ കുലത്തിന്റെയോ പേരില് എന്താവരുത്? അവിടെ ഒരു ഇനീക്വാലിറ്റി കാണിക്കരുത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അവിടെ എന്തുണ്ടാവില്ല? മനുഷ്യത്വം, ഇൻസാനിയ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റി ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഇനി ഇൻസാനിയ എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നു റെസ്പെക്ട് ഫോർ ഓൾ. എന്താണ്? എല്ലാവരെയും എന്ത് ചെയ്യണം? എല്ലാവർക്കും ബഹുമാനം കൊടുക്കണം, എല്ലാവരെയും റെസ്പെക്ട് ചെയ്യണം. ഇപ്പൊ പ്രോഫറ്റ് സ്റ്റുഡ് അപ്പ് ഇൻ എ റെസ്പെക്ട് ഫോർ എ ജെവിഷ് ഡെഡ് ബോഡി. ഹി സെഡ്, ഈസ് ഇറ്റ് നോട്ട് എ ഹ്യൂമൻ ബോഡി. നമുക്കറിയാം എന്താണ്? നമ്മുടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ എന്താണ്? ഒരു യഹൂദന്റെ മരിച്ച ശരീരത്തെ കണ്ടപ്പോൾ എന്താണ്? എഴുന്നേറ്റ് നിന്ന്, മീൻസ് പറഞ്ഞാല് ഒരു ഇസ്ലാം മതം സ്വീകരിക്കാത്ത ഒരാളുടെ, വേറൊരു മതത്തിൽപ്പെട്ട ഒരാളുടെ ഡെഡ് ബോഡി കണ്ടപ്പോൾ പോലും എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ്? എണീറ്റ് നിന്നിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഒരു വാക്കുണ്ട്, അതാണ് ഹി സെഡ്, ഈസ് ഇറ്റ് നോട്ട് എ ഹ്യൂമൻ ബോഡി. എന്താന്ന് പറഞ്ഞത്? അതും മനുഷ്യ ശരീരമല്ലയോ? എന്താണ്? നമ്മളെല്ലാ മനുഷ്യരെ എന്ത് ചെയ്യണം? ബഹുമാനിക്കണം എന്നതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഖുറാൻ വേഴ്സ്, യു ഹാവ് യുവർ റിലീജിയൻ ആൻഡ് ഐ ഹാവ് മൈൻ. പിന്നെന്താണ്? പിന്നെ പറയുന്നുണ്ട് നിനക്ക് നിന്റെ മതം, എനിക്ക് എൻ്റെ മതം. യു ഹാവ് യുവർ റിലീജിയൻ, നിനക്ക് നിന്റെ മതം, ആൻഡ് ഐ ഹാവ് മൈൻ, എനിക്ക് എൻ്റെ മതം. ഇൻസാനിയ പ്രൊമോട്ട്സ് പീസ്, കോ എക്സിസ്റ്റൻസ് ആൻഡ് ഡിഗ്നിറ്റി. അല്ലാതെ എന്താണ്? മറ്റുള്ളവരോട് എന്ത് ചെയ്യരുത്? മതത്തിന്റെ ജാതിയുടെ പേരിൽ എന്ത് ചെയ്യരുത്? കലഹുണ്ടാക്കേ എന്താണ്? ഡിസ്ക്രിമിനേഷൻ കാണിക്കുകയോ ചെയ്യരുത് എന്നാണ് പറയുന്നത്. ഇൻസാനിയ പ്രൊമോട്ട്സ് പീസ്. എന്താണ്? ഇൻസാനിയയിലൂടെ എന്താണ്?
സമാധാനം, അതുപോലെ തന്നെ കോ എക്സിസ്റ്റൻസ്, സഹജീവനം, അതുപോലെ തന്നെ ഡിഗ്നിറ്റി, ഇവയാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത്. അല്ലാതെ വേദനയും കലഹവും ഇനീക്വാലിറ്റീസും ഡിസ്ക്രിമിനേഷനും വിവേചനവും ഒന്നും എന്ത് ചെയ്യരുത്, ഉണ്ടാക്കരുത് എന്നാണ് നമ്മളോട് ഇതിലൂടെ എന്ത് ചെയ്യുന്നത്, ടീച്ച് ചെയ്യുന്നത്. ഇനി ഇൻസാനിയ മെസ്സേജ് ഓഫ് ദ ഖുർആൻ. ഇൻസാനിയ മെസ്സേജ് ഓഫ് ദ ഖുർആൻ. ഖുർആനിന്റെ സന്ദേശം എന്താണ് എന്നുള്ളത് ഇക്വാളിറ്റിയിൽ. ഖുർആൻ പ്രൊമോട്ട്സ് മ്യൂച്വൽ കോപ്പറേഷൻ ഇൻ ഗുഡ്. എന്താണ് ഖുർആൻ പറയുന്നത്? നന്മയിൽ നമ്മൾ എന്താണ് പരസ്പരം സഹകരിക്കണം എന്നാണ് പറയുന്നത്. എന്താണ് നന്മയിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? മനുഷ്യർക്കിടയിൽ എന്ത് വേണം? പരസ്പര സഹകരണം വേണം എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അവോയ്ഡ് ഹെൽപ്പിംഗ് അതേഴ്സ് ഇൻ ഈവിൾ ഓർ ഹേറ്റ്രഡ്. അതുപോലെ തന്നെ നമുക്ക് എന്താണ് മോശം രീതിയിൽ അല്ലെങ്കിൽ ദോഷത്തിലും അതുപോലെ തന്നെ വൈര്യത്തിലും ഒരാൾക്കും എന്ത് ചെയ്യരുത്? സഹായം ചെയ്യരുത്. അവന് ഗുണമാവണം എന്നുള്ള ഉദ്ദേശത്തോടെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഒരാളെ സഹായിക്കേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പൊ ട്രൂ ഇൻസാനിയ, യഥാർത്ഥ ഇൻസാനിയ അല്ലെങ്കിൽ യഥാർത്ഥ മനുഷ്യത്വം എന്ന് വെച്ചാൽ ലിവിങ് ഹാർമോണിയസ്ലി ആൻഡ് എത്തിക്കലി. എന്താണ്? നന്മയോടെ സമാധാനത്തോടെ ജീവിക്കുക എന്നുള്ളതാണ് യഥാർത്ഥ ഇൻസാനിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ്? നന്മയോടെ സമാധാനത്തോടെ എന്ത് ചെയ്യുക? മനുഷ്യർ ജീവിക്കുക എന്നുള്ളതാണ് ട്രൂ ഇൻസാനിയ എന്നുള്ളതുകൊണ്ട് മീൻ ചെയ്യുന്നത്. സോ ഹ്യൂമാനിറ്റി ഈസ് എ മോറൽ ആൻഡ് സോഷ്യൽ ഡ്യൂട്ടി. അപ്പൊ മനുഷ്യത്വം എന്നുള്ളത്, മാനവികത എന്നുള്ളത് ധാർമ്മികവും സാമൂഹികവുമായ കടമയാണ്. എല്ലാവരുടെയും സാമൂഹികവും ധാർമ്മികവുമായ കടമയാണ് എന്ത്? മനുഷ്യത്വത്തോടെ ജീവിക്കുക എന്നുള്ളത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അടുത്ത ടേം ആയിട്ടുള്ള റഹ്മ, കാരുണ്യം. റഹ്മ ഓർ മേഴ്സി, അതിൻ്റെ അർത്ഥം എന്താണ്? കാരുണ്യം എന്നുള്ളത് എന്താന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. റഹ്മ മീനിങ് ആൻഡ് ഡിവൈൻ ആട്രിബ്യൂട്ട്. അപ്പൊ നോക്കാം റഹ്മ എന്നുള്ളതിന്റെ അർത്ഥം എന്താണ് എന്നുള്ളത്, ദൈവിക ഗുണം എന്താന്നുള്ളത് നമുക്ക് നോക്കാം. റഹ്മ മീൻസ് മേഴ്സി, കമ്പാഷൻ ആൻഡ് കൈൻഡ്നെസ്. അപ്പൊ റഹ്മ എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? കരുണ. മേഴ്സി എന്ന് പറഞ്ഞാല് കരുണ, കമ്പാഷൻ കരുതൽ, അതുപോലെ തന്നെ കൈൻഡ്നെസ് എന്ന് പറഞ്ഞാൽ ദയ. ഈ 3 ക്വാളിറ്റിനെയാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? റഹ്മാൻ എന്നുള്ളതുകൊണ്ട് മീൻ ചെയ്യുന്നത്. അല്ലാഹ് ഈസ് കാൾഡ് റഹ്മാൻ ആൻഡ് റഹീം, ദ മോസ്റ്റ് മേഴ്സിഫുൾ എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അള്ളാഹുവിനെ നമ്മൾ റഹ്മാൻ അല്ലെങ്കിൽ റഹീം എന്നുള്ള പേരിൽ വിശേഷിപ്പിക്കാറുണ്ട്. അതിന്റെ മലയാളം മീനിങ് എന്താണ്? അത്യന്തം കാരുണ്യവാനും കരുണാനിധിയുമായ അള്ളാഹു എന്ന രീതിയിൽ നമ്മൾ എന്താണ് വിശേഷിപ്പിക്കാറുണ്ട്. അപ്പോ ദീസ് നെയിംസ് അപ്പിയർ റിപ്പീറ്റഡ്ലി ഇൻ ദ ഖുർആൻ. അപ്പൊ ഈ റഹ്മാൻ റഹീം എന്നുള്ള പേരെന്താണ് ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് എന്താണ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. മേഴ്സി ഇസ് എ കോർ വാല്യൂ ഇൻ ഇസ്ലാമിക് ടീച്ചിങ്. അപ്പോ കരുണ ഇസ്ലാമിന്റെ ടീച്ചിങ്സിൽ കരുണ എന്താണ്? ഒരു മുഖ്യ ഘടകമാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ നമ്മളെല്ലാവരും എന്താണ്? കരുണയോടെ ജീവിക്കണം എന്നുള്ളതാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇനി അടുത്തത് നോക്കാം. റഹ്മ ഡെയിലി പ്രാക്ടീസ്. അപ്പൊ നമ്മൾ ഈ റഹ്മ കരുണ എന്നുള്ളത് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ എങ്ങനെയാണ് ഉൾക്കൊള്ളേണ്ടത്, പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. ഇസ്ലാം ടീച്ചേഴ്സ് മേഴ്സി ടു അനിമൽസ്, ഹ്യൂമൻസ് ആൻഡ് ഓൾ ക്രീച്ചേഴ്സ്. എന്താണ്? ഇസ്ലാം മനുഷ്യർക്ക് മാത്രമല്ല, മനുഷ്യരോടും അതുപോലെ തന്നെ മൃഗങ്ങളോടും അതുപോലെ തന്നെ എല്ലാ സൃഷ്ടികളോടും എല്ലാ ജീവജാലങ്ങളോടും എന്ത് കൽപ്പിക്കുന്നു? കരുണ കാണിക്കാൻ കൽപ്പിക്കുന്നുണ്ട്, ടീച്ച് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഗ്രേറ്റസ്റ്റ് മേഴ്സി ഈക്വൽ ടു ഹെൽപ്പിംഗ് ദ സഫറിംഗ് ആൻഡ് പുവർ. അപ്പോൾ മനുഷ്യൻ കാണിക്കുന്ന ഏറ്റവും വലിയ കരുണ എന്ന് പറയുന്നത് പാവപ്പെട്ടവർക്കും ദുഃഖിതർക്കും എന്താണ്? സഹായം നൽകുക എന്നുള്ളതാണ്. അപ്പൊ മനുഷ്യൻ കാണിക്കുന്ന ഏറ്റവും വലിയ കരുണ എന്ന് പറയുന്നത് പാവപ്പെട്ടവരെയും ദുഃഖിതരെയും സഹായിക്കുക എന്നുള്ളതാണ്. അപ്പൊ പ്രോഫറ്റ്സ് ഒരിക്കല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഹെൽപ്പിംഗ് വിഡോസ് ആൻഡ് നീഡി ഈസ് മോർ വിർച്വസ് ദാൻ പ്രേയിങ് ഇൻ ദ മോസ്ക് എന്നാണ് പറഞ്ഞത്. ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്സ് ആണ്. വിധവകൾക്കും പാവങ്ങൾക്കും സഹായം ചെയ്യുന്നത് എന്താണ്? പള്ളിയിൽ പ്രാർത്ഥിക്കുന്നതിലും മഹത്തരമായ കാര്യമാണ് എന്നുള്ളത്. അതാണ് പാവങ്ങളെ അതുപോലെ തന്നെ വിധവകളെയും ആവശ്യമുള്ളവരെയും വിധവകളെയും സഹായിക്കുക എന്നുള്ളത് എന്താണ്? നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നതിനേക്കാളും നമസ്കരിക്കുന്നതിനേക്കാളും ഒക്കെ മഹത്തരമാണ് എന്നാണ് പറയുന്നത്. ഒരിക്കലും പ്രോഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് എന്തിന്, കരുണ എന്നുള്ള, റഹ്മ എന്നുള്ള ക്വാളിറ്റിക്ക് മനുഷ്യന്റെ ജീവിതത്തിൽ എന്നാണ് പറയുന്നത്. ഇനി ഈ ക്വാളിറ്റിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാമില് എന്താണ് ഹിസ്റ്ററീസിന്ന് എടുത്ത ഒരുപാട് കഥകൾ ഉപദേശങ്ങളുണ്ട്. അതിൽ ചിലതാണ് നമ്മൾ പറയുന്നത്. എ മാൻ റിട്ടേൺഡ് ബേബി ബേർഡ്സ് ടു ദെയർ മദർ, പ്രൊഫറ്റ് പ്രൈസ്ഡ് ഹിം. അപ്പൊ എന്താണ്, ഒരിക്കൽ എന്താണ് ഒരു മനുഷ്യൻ എന്താണ് ചെറിയ പക്ഷി കുഞ്ഞുങ്ങളെ എന്താണ് ആ പക്ഷി കുഞ്ഞുങ്ങളുടെ അമ്മക്ക് എന്താണ് തിരിച്ചു നൽകി. അപ്പം അദ്ദേഹത്തിനെ ആര് പ്രോത്സാഹിപ്പിച്ചു? നബി തങ്ങള് അദ്ദേഹത്തെ എന്താണ് പ്രശംസിച്ചു. കാരണം എന്താണ്, നമുക്കറിയാൻ പറ്റും ഒരു അമ്മ പക്ഷിയിൽ നിന്ന് ഒരു കുട്ടികളെ എടുത്താൽ എത്രത്തോളം സങ്കടം ആർക്കുണ്ടാകുന്ന, ആ പക്ഷിക്ക് ഉണ്ടാകുന്ന. എല്ലാവരും എന്താണ് ഒരുപോലെ തന്നെയാണ്, എല്ലാവരും മനുഷ്യരെ പോലെ, എല്ലാവർക്കും എന്താണ് സ്നേഹം, സങ്കടമൊക്കെ ഉള്ള ആളുകൾ തന്നെയാണ്. അപ്പം എന്താണ് കുഞ്ഞു പക്ഷികളെ അമ്മക്ക് തിരിച്ചു കൊടുത്ത ആളിനെ എന്താണ് പ്രവാചകൻ പ്രശംസിച്ചു എന്നാണ് പറയുന്നത്. പിന്നെ അടുത്തത്, എ മാൻ ഡിഡ് നോട്ട് കിസ് ഹിസ് ചിൽഡ്രൻ, പ്രൊഫറ്റ് സെഡ് യു ഹാവ് നോ കമ്പാഷൻ ഇൻ യുവർ ഹാർട്ട്. എന്താ പറഞ്ഞ ഒരാൾ ഒരു മനുഷ്യൻ അവൻ്റെ മക്കളെ എന്ത് ചെയ്തിട്ടില്ല, കിസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അപ്പോൾ ആ സമയത്ത് പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞു, യു ഹാവ് നോ കമ്പാഷൻ ഇൻ യുവർ ഹാർട്ട്, നിന്റെ ഹൃദയത്തിൽ കരുണയില്ല, അതുകൊണ്ടാണ് നീ എന്ത് ചെയ്യാത്തത്, നിന്റെ മക്കളെ സ്നേഹിക്കാത്തത് എന്ന്. Then Quran teaches, pray for your parents as they nurtured you with mercy. പിന്നെ നിന്റെ മാതാപിതാക്കൾക്ക് നിന്റെ മാതാപിതാക്കളെ നിന്നെ കരുണയോടെ വളർത്തിയതുപോലെ എന്ത് ചെയ്യാം, നീയും അവർക്ക് കരുണ കാണിക്കുക എന്നതാണ് ഖുർആനിൽ പറയുന്നുണ്ട്. നിന്റെ മാതാപിതാക്കള് ഒരുപാട് കരുണയോടെ ഒരുപാട് ത്യജിച്ചിട്ടാവും നമ്മളെ മക്കളെ വളർത്തിയിട്ടുണ്ടാവുക. അപ്പൊ തിരിച്ചു അതുപോലെ നമ്മൾ കരുണ ചെയ്യുക എന്നതാണ് ഖുർആനില് പറയുന്നുണ്ട്. ഇനി അടുത്തത് നോക്കാം, റഹ്മ, റിവാർഡ് ആൻഡ് വാർണിംഗ്. റഹ്മ എന്നുള്ള ക്വാളിറ്റിന്റെ, കരുണ എന്നുള്ള ക്വാളിറ്റിന്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും അതുപോലെ മുന്നറിയിപ്പ് എന്തൊക്കെയാണുള്ളത് എന്നുള്ളതാണ് പിന്നെ പറയുന്നത്. എ പേഴ്സൺ ഗേവ് വാട്ടർ ടു എ തേഴ്സ്റ്റി ഡോഗ് അഡ്മിറ്റഡ് ടു ഹെവൻ. ഒരിക്കൽ ഒരു വ്യക്തി എന്ത് ചെയ്തു, ഒരു ദാഹിച്ച നായ്ക്ക് വെള്ളം കൊടുത്തു. ആ വ്യക്തി എവിടെ പോയി, സ്വർഗത്തിൽ പ്രവേശിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പം അവിടെ ആ മനുഷ്യന്റെ എന്ത് ക്വാളിറ്റിയാ, ഈ റഹ്മ എന്നുള്ള ക്വാളിറ്റി കൊണ്ട് മാത്രമാണ് അദ്ദേഹം എന്ത് ചെയ്തത്, സ്വർഗത്തിലേക്ക് പ്രവേശിച്ചത്. പിന്നെ അടുത്തത്, എ വുമൺ സ്റ്റാർവ്ഡ് എ ക്യാറ്റ് വാസ് പണിഷ്ഡ്. ഒരു സ്ത്രീ പൂച്ചയെ പട്ടിണിക്കിട്ടു, പക്ഷെ ആ സ്ത്രീ എന്ത് ചെയ്തു, ശിക്ഷിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പം നമ്മള് മനുഷ്യരോട് മാത്രമല്ല മൃഗങ്ങളോടും മറ്റ് ജീവജാലങ്ങളോടും കൂടി എന്ത് ചെയ്യണം, കരുണ കാണിക്കണം എന്നാണ് പറയുന്നത്. ദെൻ പ്രോഫറ്റ് സെഡ് പ്രവാചകൻ ഒരിക്കൽ പറയുന്നുണ്ട്, നിങ്ങൾ മറ്റുള്ളവർക്ക് കരുണ കാണിച്ചാൽ അള്ളാഹു നിങ്ങളോടും കരുണ കാണിക്കും. ഷോ മേഴ്സി ടു അതേഴ്സ് ആൻഡ് ഗോഡ് വിൽ ഷോ മേഴ്സി ടു യു. നിങ്ങൾ മറ്റുള്ളവർക്ക് കരുണ കാണിക്കുകയാണെങ്കിൽ നമ്മളോട് തിരിച്ച് ദൈവം എന്ത് ചെയ്യും, അള്ളാഹു നിങ്ങളോട് തിരിച്ചെന്ത് ചെയ്യും, കരുണ കാണിക്കും എന്ന് പ്രോഫറ്റ് ടീച്ച് ചെയ്യുന്നുണ്ട്. ഇനി ഫൈനൽ മെസ്സേജ്. അപ്പൊ ഹ്യൂമനിസം ഇൻ ഇസ്ലാം. അപ്പൊ ഇസ്ലാമിൽ ഇപ്പൊ ഈ 2 ടേമിലൂടെ നമ്മള് ഹ്യൂമനിസത്തില് ഇസ്ലാം ടീച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഇസ്ലാം എന്തൊക്കെ കാര്യങ്ങളാണ് ഹ്യൂമനിസം, ഒരു മനുഷ്യത്വം എന്നുള്ള ക്വാളിറ്റി ഉണ്ടാക്കാൻ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഇൻസാനിയ പറഞ്ഞാൽ ഹ്യൂമാനിറ്റി. ഇൻസാനിയ മീൻസ് ഹ്യൂമാനിറ്റി, മനുഷ്യത്വം. റഹ്മ, കാരുണ്യം. മേഴ്സി എന്ന് പറഞ്ഞാൽ കാരുണ്യം അല്ലെങ്കിൽ കരുണ. അപ്പം ഫൈനലി ടീച്ച് ചെയ്യുന്നത് ബി കൈൻഡ്, റെസ്പെക്ട് ഓൾ ലൈഫ് ആൻഡ് കെയർ ഫോർ ദ വീക്ക്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എല്ലാവരെയും ബഹുമാനിക്കുക, മറ്റ് ജീവജാലങ്ങളെ സ്നേഹിക്കുക, ദുർബലരെ സംരക്ഷിക്കുക. അതുപോലെ തന്നെ റിയൽ വേർഷിപ്പ് ഈസ് ഇൻ കമ്പാഷനേറ്റ് ആക്ഷൻ. യഥാർത്ഥ ആരാധന എന്ന് പറഞ്ഞാൽ കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളതാണ്. കരുണയോടെ പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് യഥാർത്ഥ ആരാധന. അതുപോലെ തന്നെ എ ഹ്യൂമൻ ഹാർട്ട് ബ്രിങ്സ് അസ് ക്ലോസർ ടു ഗോഡ്. കരുണയുള്ള ഹൃദയം അള്ളാഹുവിനോട് നമ്മെ അടുപ്പിക്കും എന്നാണ് പറയുന്നത്. കരുണയുള്ള ഹൃദയം അള്ളാഹുവിനോട് നമ്മെ അടുപ്പിക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ 2 ടേംസ് ഡിസ്കസ് ചെയ്തു. ഏതൊക്കെ? ഇൻസാനിയ എന്താന്നുള്ളതും റഹ്മ എന്നുള്ളതും. അപ്പം ഇത്രേ ഉള്ളൂ. ഇനി അടുത്ത ടേംസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അപ്പം ഇത് യൂസ്ഫുൾ ആണെങ്കിൽ എന്ത് ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഓൾ ഓഫ് യു.